ഹായ് ഫ്രണ്ട്സ്, ശാസ്ത്രക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു 10 ഇൻലൈൻ ബോട്ട്സാണ് പരിചയപ്പെടുത്തുന്നത്. ടെലിഗ്രാമിൻ്റെ ന്യൂ മെമ്പേഴ്സിനും ഓൾഡ് മെമ്പേഴ്സിനും ഒരുപാട് പേർക്ക് ഈ ഒരു ബോട്ട്സ് എന്താണെന്നറിയില്ല. ഇൻലൈൻ ബോട്ട്സ് എന്ന് പറഞ്ഞാൽ ചാറ്റിങ്ങിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരുപാട് ഫീച്ചറുള്ള ഒരുപാട് ഇൻലൈൻ ബോട്ട്സുകളുണ്ട്. നമുക്കൊരു 10 ഇൻലൈൻ ബോട്ട്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഇനി എന്താണ് ടെലിഗ്രാം ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത് വെച്ച അക്കൗണ്ടുകളാണ്. നമ്മളൊരു മെസ്സേജ് അയച്ചാൽ അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ തരും. നമ്മുടെ ഫോണിലെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെയാണ് ടെലിഗ്രാമിൻ്റെ ഉള്ളിലെ ഈ ബോട്ടുകളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതൊക്കെയാണ് ആ 10 ഇൻലൈൻ ബോട്ട്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയൊരു ബോട്ടാണ്. @VID എന്നാണ് ബോട്ടിൻ്റെ പേര്. എന്നിട്ട് സ്പേസ് അടിച്ചിട്ട് നമുക്ക് വേണ്ട വീഡിയോസിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. യൂട്യൂബിലുള്ള എല്ലാ വീഡിയോസും ഇതിൽ വരുന്നതാണ്. ഞാനിവിടെ M4Techൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഗ്രൂപ്പിലും പേഴ്സണലായിട്ടൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ അവർക്ക് എടുത്തു കൊടുക്കാനൊക്കെ പറ്റും, നമുക്ക് കാണാനും പറ്റും. നമ്മൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ നമുക്ക് യൂട്യൂബിൻ്റെ ബ്രൗസറിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് കാണാൻ പറ്റും. രണ്ടാമത്തെ ബോട്ട് നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ സിമ്പിളായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു ബോട്ടാണ്. @PIC. ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു, എന്നാലും നല്ലൊരു ബോട്ടാണ്. അറിയാത്തവരൊക്കെ ഉപയോഗിച്ച് നോക്കുക, ഒന്ന് ട്രൈ ചെയ്യുക. ഞാനിവിടെ ഒരു മെസ്സിയുടെ ഫോട്ടോയാണ് സെർച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിലുള്ള ഏത് ഫോട്ടോ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ബോട്ടിൻ്റെ യൂസർ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും നോക്കിയിട്ട് ഈസി ആയിട്ട് യൂസർ നെയിം ടൈപ്പ് ചെയ്തിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ബോട്ട് എന്ന് പറയുന്നത് നമുക്ക് വിക്കിപീഡിയയിൽ നിന്നിട്ട് നമുക്ക് ഓരോ ആർട്ടിക്കിൾസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു ബോട്ടാണ്. അതിനായിട്ട് അവിടെ ടൈപ്പ് ചെയ്യുന്നത് @WIKI സ്പേസ് അടിച്ചിട്ട് നമുക്ക് വേണ്ട സബ്ജക്റ്റിൻ്റെ പേരടിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാനും എടുക്കാവുന്നതൊക്കെ പറ്റും. ഇങ്ങനെ ലിങ്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ടും കാണാൻ പറ്റും. അല്ലാതെയും ടെലിഗ്രാമിൽ തന്നെ വരാറുണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബോട്ടാണ്. നാലാമത്തെ ബോട്ട് ഗിഫ് എടുക്കാൻ പറ്റിയൊരു ബോട്ടാണ്. അതിനായിട്ട് @GIF അടിക്കുക. എന്നിട്ട് സ്പേസ് അടിച്ചതിന് ശേഷം നമുക്ക് ഏത് ഗിഫാണ് വേണ്ടി അത് സെർച്ച് ചെയ്താൽ മതി. ഞാൻ അവിടെ ഒരു ഗിഫ് ചുമ്മാ സെർച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ഇതിൽ ഏകദേശം എല്ലാ ഗിഫുകളും വരുന്നുണ്ട്. മലയാളം മൂവീത്തതും അതുപോലെ ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട്. അഞ്ചാമത്തെ ബോട്ട് എന്ന് പറയുന്നത് PDF ബുക്സുകളൊക്കെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബോട്ടാണ്. മലയാളം ബുക്സുകളൊക്കെ അവൈലബിൾ ആണ്. ഞാനിവിടെ ഒരു മുഹമ്മദ് ബഷീർ ഖാൻ്റെ ബുക്സുകൾ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം @PDFOBOT എന്നടിക്കുക. @PDFOBOT എന്ന് അടിച്ചിട്ട് സ്പേസ് അടിച്ചിട്ട് നിങ്ങൾക്ക് ആരുടെ വേണ്ടി വെച്ചാൽ ബുക്കുകളൊക്കെ സെർച്ച് ചെയ്ത് ഇതുപോലെ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ബാല്യസഖി എന്ന് പറഞ്ഞിട്ട് ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഉപയോഗിക്കുക. ആറാമത്തെ ബോട്ട് നമുക്ക് സോങ്സൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റിയൊരു ബോട്ടാണ്. പാട്ടുകളൊക്കെ സുഖമായിട്ട് എടുക്കുക. അതിനായിട്ട് @GIODL ബോട്ട് എന്ന് അടിക്കുക. GODL ബോട്ട് എന്നിട്ട് അടിച്ചതിന് ശേഷം സ്പേസ് അടിച്ചിട്ട് നമുക്ക് വേണ്ട സോങ് ഏതാ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ കുറേയൊക്കെ സോങ്ങുകൾ കിട്ടുന്നുണ്ട്, ചില സോങ്ങുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ഒരു സോങ് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫയലുകൾ കാണാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്താൽ മതി. രണ്ടാമത്തെ ഇൻലൈൻ ബോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ട്രോളൊക്കെ എടുക്കാൻ പറ്റിയൊരു ബോട്ടാണ്. അതിനായിട്ട് @TrollVoiceBot എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സ്പേസ് അടിച്ചിട്ട് നമുക്ക് വേണ്ട ട്രോളുകൾ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. മലയാളം ഒരുപാട് ട്രോൾസ് ഇതിലുണ്ട്. അത് ജസ്റ്റ് ട്രോളിൻ്റെ പേര് മാത്രം അടിച്ചാൽ മതി, ഡയലോഗിൻ്റെ പേരും അങ്ങനെ എന്തെങ്കിലും. BGM ഒക്കെ ഉണ്ട് ഇതിൽ. ഒരുപാട് മൂവിത്തെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. എട്ടാമത്തെ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയൊരു ഇൻലൈൻ ബോട്ടാണ്. നല്ലൊരു ബോട്ടാണ്. അതിനായിട്ട് @ProSearchBot എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് വേണ്ട പടത്തിൻ്റെ പേരടിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഞാനിവിടെ ഒരു മൂവി സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫയൽസ് കാണാം. അപ്പോൾ ഫയൽ എടുത്തിട്ട് നേരെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒൻപതാമത്തെ ബോട്ട് ടോറൻറ്റ് ഫയൽസൊക്കെ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റിയൊരു ബോട്ടാണ്. അതിനായിട്ട് @Torrent സെർച്ച് റോബോട്ട് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് ഏത് ഫയലാണ് വേണ്ടത്, എന്ത് ഫയലാണ് വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫയലിൻ്റെ പേര് കൊടുക്കുക.
ഞാനിവിടെ ഒരു പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഫയലിൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് അധികം ഉപയോഗിക്കാത്തൊരു ബോട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റ് 10ാമത്തെ ബോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫോണുകളുടെ സ്പേസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയ ഒരു അടിപൊളി ഇൻലൈൻ ബോട്ടാണ്. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് ബോട്ടിൻ്റെ നെയിം ടൈപ്പ് ചെയ്യുക @GSM അരീന ബോട്ട് എന്ന്, എന്നിട്ട് സ്പേസ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഫോണിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാം. നമുക്ക് വേണ്ട ഫോണിൻ്റെ പേര് അടിച്ചു കൊടുക്കുക അവിടെ. അപ്പോൾ ഞാൻ ഇവിടെ സാംസങ് അടിച്ചിട്ടുണ്ട്. സാംസങ് തന്നെ പല മോഡലും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഫോണൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്, കണ്ടോ? ഇതിൽ ഫോണിനെ കുറിച്ചിട്ടുള്ള എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റാമും കാര്യങ്ങളും, ഇൻ്റർ മെമ്മറി, അതുപോലെ ബാറ്ററി ബാക്കപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്, ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പോൾ ബോട്ട് എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ഇതേപോലത്തെ ബോട്ട് അറിയുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിലും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് പിന്നെയും കാണാം. വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക.